എല്ലാവരും ചിരി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വല്ല ക്ലോസപ്പിൻ്റെ പരസ്യമാണ്. ഉച്ചയ്ക്ക് ബിരിയാണി കിട്ടിയ സന്തോഷമാണ്. അപ്പോൾ ആൾ ഇന്ന് സെൻഡ് ഓഫ് ആണാളെ എന്നോടെ ഉള്ളൂ. അപ്പോൾ സാറിൻ്റെ വക നല്ല ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കി ചെറിയൊരു സെൻഡ് ഓഫ് പരിപാടി നമ്മളതും ഉണ്ട്. അപ്പോൾ ബിരിയാണി വാങ്ങാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങിയതാണ്. ഒടുക്കത്തെ തിരക്ക്. പിന്നെ ഒന്നും നോക്കിയില്ല, ഫുട്പാത്തിന് കയറ്റിയെടുത്തു. അങ്ങനെ ഞങ്ങൾ നാസർ നിസാറിലെത്തിട്ടോ. കോഴിക്കോടിൻ്റെ പല ഭാഗത്തും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബിരിയാണി കിട്ടുന്ന സെൻറ്റർ ആട്ടോ നാസർ നിസാർ. പണ്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ തിരക്കൊന്നും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ കുറച്ചായി ഇവിടുന്ന് വാങ്ങിയിട്ട്, അല്ലെങ്കിൽ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു കേട്ടോ ഒരു ടൈമിന്. ഞങ്ങൾ തിരിച്ചെത്തിയിട്ടും ഇവിടെയുള്ള ബ്ലോക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെ തള്ളി കയറി ഓഫീസിലെത്തി. ഇനി ബിരിയാണി കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ 1 മണിക്ക് ശേഷമാണ് നമ്മൾ ലഞ്ച് ടൈം വരുന്നത് കേട്ടോ. പേഷ്യൻ്റ് ഇല്ലാത്ത കാരണം എല്ലാവരോടും ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു. ആ ഒരു ഗ്യാപ്പ് നോക്കിയിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കിട്ടോ ആരെങ്കിലും വരിക, ഒന്നെങ്കിൽ റിപ്പോർട്ട്, അല്ലെങ്കിൽ ടെസ്റ്റ്, അല്ലെങ്കിൽ ECG. ഒരുമിച്ചുള്ള ഈ കഴിക്കൽ വരുന്ന പേഷ്യൻ്റെ സ്വഭാവം അനുസരിച്ചിരിക്കും കേട്ടോ. ചിലവർ 10-5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കും. ചിലർക്ക് 1 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാനുള്ളൊരു ക്ഷമ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. സെൻഡ് ഓഫ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്നത് കേട്ടോ. അല്ലെങ്കിൽ തനിച്ചാണ് കഴിക്കാറ്, അല്ലെങ്കിൽ 2 പേര് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി കുഴപ്പമില്ലായിരുന്നു, എന്നാലും പണ്ടുള്ള ആ ഹൈപ്പിലേക്കൊന്നും എത്തിയിട്ടില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചു. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ നിന്നു. കേക്ക് കട്ട് ചെയ്യുമ്പോഴത്തേന് സാറെത്താന്ന് പറഞ്ഞിരുന്നു. പിന്നെ വിളിച്ചപ്പോൾ എത്താൻ പറ്റില്ല, നിങ്ങൾ കട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഓരോരുത്തർ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങേണ്ട ടൈമായി. അപ്പോൾ പിന്നെ ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടോ. ഇന്നലെ നെക്സ്റ്റ് വണ്ണ് 199 വാങ്ങിയ കേക്കാണ് കേട്ടോ. അവിടെ ഓഫർ ഉണ്ടല്ലോ, നല്ല അടിപൊളി കേക്കാണ്. ഇതിന് മുമ്പ് ഞങ്ങൾ വാങ്ങിയിരുന്നു, പക്ഷേ അതിനോട് കുറച്ചുകൂടെ ഒരു ടേസ്റ്റായി തോന്നിയത് ഈ കേക്ക് കേട്ടോ. എന്തായാലും സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് കേക്കുള്ളത് അറിയായിരുന്നു. പിന്നെ ഞങ്ങളൊരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗിഫ്റ്റിൻ്റെ കാര്യം ആൾക്കറിയില്ല. അപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇറങ്ങാനായപ്പോഴത്തേന് സീന് മാറിയിട്ടോ. ചേച്ചി കരച്ചിലിൻ്റെ വക്കിലൊക്കെ എത്തി. അങ്ങനെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ സീ യു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളെ കൺട്രോൾ പോയി, കരച്ചിലായി. അപ്പോൾ ആൾക്ക് അറിയാമായിരുന്നു ഇവിടെ ജോയിൻ ചെയ്ത ടൈമിന് തന്നെ. ചെറിയൊരു ട്രെയിനിങ് മാത്രമാണ്, ആൾക്ക് വേറെ ജോലി സൗദിയിൽ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോകണം എന്നൊക്കെ അറിയായിരുന്നു. ചെറിയൊരു പീരീഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ.